3000 അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ടൊക്കെ കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട്. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം. അപ്പൊ നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്നതല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷല്ലാന്ന്. നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. എനിക്കിപ്പോ ഒരു നേരെയുള്ള വാരത്തിരികയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. എച്ചി കണക്ക് പറയലടാ, തിന്നുന്നതിന് കണക്ക് പറയലടാ, എച്ചി കണക്ക് പറയലടാ. ഞാൻ പറഞ്ഞു തിന്നുന്നതിന് എന്നാ കണക്കാവുമ്പോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം, അതല്ലെങ്കിലും കെട്ടി വന്ന പെണ്ണിനായിരിക്കും പ്രശ്നമെന്ന് എനിക്ക് അറിയാം. എനിക്ക് സഹി കെട്ടിട്ടാണ് ഞാൻ അമ്മച്ചിടയ്ക്ക് ചോദിച്ചത്, അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്താണോ പ്രശ്നം, ഞങ്ങളിപ്പോ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം, അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച്. അത് ചോദിക്കേണ്ടി വന്നതാണ്, ചോദിപ്പിച്ചതാണ്. അവൾക്കൊന്നും പൈസ കൊടുത്ത് സ്വന്തം കുടുംബത്തിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വെറുതെ കൊണ്ട് വലിച്ചഴിക്കുന്നത്.